നമുക്ക് MS ലിഷോയ് കൂടി ചേർന്നുണ്ട്. ലിഷോയ്, ഇപ്പോൾ ഏത് പഞ്ചായത്തിലാണ്, ഏത് ബൂത്തിലാണുള്ളത്? രാവിലത്തെ സ്ഥിതിയിൽ നിന്നും അല്പം വ്യത്യാസമുണ്ടോ ബൂത്തുകളിൽ? ഞാനിപ്പോൾ കണ്ണാടി പഞ്ചായത്തിലെ കിനാലൂരിലാണ് ഉള്ളത്. ഇവിടെ രാവിലെ അത്യാവശ്യം നല്ല രീതിക്ക് പോളിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ പോളിംഗ് സ്റ്റേഷനിൽ 3 ബൂത്തുകളാണ് ഉള്ളത്. ഈ 3 ബൂത്തുകളിൽ 3ഇടത്തും വലിയ തിരക്കൊന്നും കാണാനില്ല. ഈ 2ഇടത്ത് ഈ ഒട്ടും ആളുകൾ ഇല്ല. 2 ബൂത്തുകളിൽ ഒരു ബൂത്തിലാണ് പിന്നെ കുറച്ചെങ്കിലും ആളുകൾ ഉള്ളത്. ഈ ഏകദേശം ഒരു ബൂത്തിൽ 750ഓളം വോട്ടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പകുതിയോളം വോട്ടുകൾ ഇതിനോടകം തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത് വോട്ടിങ്ങിന് ആളുകൾ എത്തുന്നുണ്ട്, പക്ഷേ അത് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിരക്ക് കുറയുന്നതെന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ അപ്പോഴും ഈ വലിയ തോതിൽ മറ്റ് ബൂത്തുകളിലൊക്കെ ഉള്ള പോലെ ഒരു തള്ളിക്കയറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തിരക്കൊന്നും തന്നെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. എന്തായാലും പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണാടി പഞ്ചായത്താണ്. കണ്ണാടി പഞ്ചായത്ത് CPM-ന് LDF-ന് വലിയ ഒരു പ്രതീക്ഷയുള്ള ഇടം കൂടിയാണ്. ഈ പഞ്ചായത്ത് ഭരിക്കുന്നതും LDF ആണ്. അതുകൊണ്ട് ആ ഒരു മേഖലയിൽ കൂടുതലായി വോട്ട് അവർക്ക് നേടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും എന്തായാലും ഉണ്ട്. നിലവിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ബൂത്തുകളിലെല്ലാം തന്നെ വളരെ താരതമ്യേന വളരെ കുറവാണ് ഈ പോളിംഗ് ബൂത്തുകളിലെല്ലാം നിര നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു വരേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കണക്കനുസരിച്ച് കണ്ണാടി പഞ്ചായത്തിലെ പോളിംഗ് നില എന്ന് മാത്രമല്ല LDF സ്ഥാനാർത്ഥി സരൻ വോട്ട് ചെയ്തിട്ടില്ല. മെഷീൻ പണി മുടക്കിയത് കാരണം അദ്ദേഹം 2:30 ബൂത്ത് നമ്പർ 88 ട്രൂ ലൈൻ പബ്ലിക് സ്കൂൾ മണപ്പുള്ളിക്കാവ് സ്കൂളിൽ P സരൻ വോട്ട് ചെയ്യാനെത്തും. അദ്ദേഹം നേരത്തെ രാവിലെ വന്നിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയാതെ പോവുകയാണ്. അഭിലാഷ്, എനിക്കൊരു അത്ഭുതം തോന്നുന്നു. കാരണം കഴിഞ്ഞ അഭിലാഷ് പലരും നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 23 തീയതി ഒരു ആരോ ഒരാൾ ജയിക്കും എന്നുള്ള ഒരു ശരിക്കും ഇത് ഇന്നും അതിന്റെ കുറച്ചുകൂടി ചൂട് പിടിക്കുന്ന രീതിയിൽ അവരുടെ ആശയക്കുഴപ്പം കൂടുന്നു എന്ന് തോന്നുന്നു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഞാൻ പ്രചരണം അവസാനിച്ച ദിവസം പറഞ്ഞതുപോലെ ഇതൊരു 2020 ക്രിക്കറ്റ് മത്സരത്തിന്റെ അവസാനത്തെ ഓവറിനെ അനുസ്മരിപ്പിക്കുകയാണ്. അവസാനത്തെ പന്തിൽ മാത്രം വിജയി ആര് എന്നറിയാൻ കഴിയുന്ന, ഓരോ പന്തിലും ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മാറി വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്രവചനീയമായ തെരഞ്ഞെടുപ്പാണ്. ഒരു തരത്തിലും പ്രവചിക്കാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പല്ല പാലക്കാട്ടേത് എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇത്രയധികം രാഷ്ട്രീയ പ്രാധാന്യവും കൗതുകവും വരുന്നതും.